ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഫർള് നോമ്പാവട്ടെ സുന്നത്ത് നോമ്പാവട്ടെ നോമ്പുകൾക്ക് രണ്ട് ഫർളുകളാണ് ഉള്ളത്. ഒന്ന് നിയ്യത്ത് ചെയ്യുക, രണ്ട് നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ശരീരത്തെ പിടിച്ചു നിർത്തുക. ഇനി ഫർള് നോമ്പുകളാകുമ്പോൾ രണ്ട് ഷർത്തുകൾ കൂടിയുണ്ട്. ഒന്ന് രാത്രിയിൽ തന്നെ നിയ്യത്ത് വെക്കണം. രണ്ട് ഏത് ഫർള് നോമ്പാണ് എന്ന് നിജപ്പെടുത്തണം, ക്ലിപ്തപ്പെടുത്തണം. ഫർള് നോമ്പ് അത് റമദാൻ നോമ്പാണോ, അല്ലെങ്കിൽ കഫാറത്ത് നോമ്പാണോ, അല്ലെങ്കിൽ നേർച്ച നോമ്പാണോ, ഏതാണ് എന്ന് വ്യക്തമാക്കൽ ഫർള് നോമ്പുകളിൽ നിർബന്ധമാണ്. എന്നാൽ സുന്നത്ത് നോമ്പുകളിൽ ഈ രണ്ട് ഷർത്തുകൾ നിർബന്ധമില്ല. രാത്രിയിൽ തന്നെ നിയ്യത്ത് വെക്കണം എന്ന് നിർബന്ധമില്ല. ഏത് സുന്നത്ത് നോമ്പാണ് എന്ന് വ്യക്തമാക്കലും നിർബന്ധമില്ല. എങ്കിലും രാത്രിയിൽ നിയ്യത്ത് വെക്കുകയും ഏത് നോമ്പാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്യലാണ് ഏറ്റവും നല്ല രൂപം. ഉദാഹരണത്തിന് അറഫ നോമ്പ് ഒരാൾ പിടിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നവൈത്തു സൗമ, ഞാൻ നോമ്പ് പിടിക്കാൻ ഉദ്ദേശിച്ചു എന്ന് നിയ്യത്ത് ചെയ്താൽ തന്നെ അവിടെ നിയ്യത്ത് ശരിയാകുന്നതാണ്. എങ്കിലും അറഫ നോമ്പ് ഞാൻ പിടിക്കുന്നു എന്ന് പ്രത്യേകം നിയ്യത്തിൽ നിജപ്പെടുത്തൽ നല്ലതാണ്, നിർബന്ധമില്ല. സുന്നത്ത് നോമ്പുകൾക്ക് രാത്രിയിൽ നിയ്യത്ത് വെക്കലും നിർബന്ധമില്ല എന്ന് പറഞ്ഞു. ഏത് സമയം വരെ സുന്നത്ത് നോമ്പുകൾക്ക് നിയ്യത്ത് വെക്കാം? ഉച്ച സമയം വരെയാണ് സുന്നത്ത് നോമ്പുകളുടെ നിയ്യത്തിൻ്റെ സമയം. അത് കഴിഞ്ഞാൽ പിന്നെ നിയ്യത്ത് വെച്ച് നോമ്പെടുക്കാൻ പറ്റുകയില്ല. ഇങ്ങനെ ഉച്ച സമയത്തിന് മുമ്പായി നിയ്യത്ത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. സുബഹിയുടെ സമയം ആയത് മുതൽ നോമ്പ് മുറിയുന്ന ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. എന്നാൽ മാത്രമേ അവിടെ സുന്നത്ത് നോമ്പിൻ്റെ നിയ്യത്ത് ഉച്ചയ്ക്ക് മുമ്പ് വെക്കാൻ പറ്റുകയുള്ളൂ. ഇല്ലെങ്കിൽ ആ നോമ്പ് സാധുവാകുകയില്ല. അപ്പോൾ സുബഹിക്ക് ശേഷം ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ നോമ്പ് മുറിയുന്ന മറ്റ് കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്താൽ പിന്നെ അവിടെ നിയ്യത്തിന് സ്ഥാനമില്ല, ആ നോമ്പ് ശരിയാവുകയില്ല. സുബഹി മുതൽ യാതൊരു നോമ്പ് മുറിയുന്ന കാര്യങ്ങളും ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉച്ചയ്ക്ക് മുമ്പ് അയാൾക്ക് സുന്നത്ത് നോമ്പിൻ്റെ നിയ്യത്ത് വെച്ചാൽ സുന്നത്ത് നോമ്പ് സാധുവാകുന്നതാണ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഉച്ച സമയം എന്ന ഒരു സമയം കൊണ്ട് നിയ്യത്തിൻ്റെ സമയത്തെ പ്രത്യേകമാക്കാൻ എന്താണ് കാരണം? അത് ഒരു ഹദീസാണ്. ഒരിക്കൽ ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കലേക്ക് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു ചെല്ലുകയാണ്. എന്നിട്ട് മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ഹൽ ഇൻദക്കും മിൻ ഗദാഇൻ, ഓ ആയിഷ, നിങ്ങളുടെ അടുക്കൽ പ്രഭാത ഭക്ഷണം വല്ലതും ഇരിപ്പുണ്ടോ? ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ഇല്ല നബിയെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫ ഇന്നി ഇദൻ അസൂമു, എന്നാൽ ഞാൻ നോമ്പ് പിടിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുന്നത്ത് നോമ്പിൻ്റെ നിയ്യത്ത് വെച്ച് പിടിക്കുകയാണ്. ഇവിടെ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചത് ഗദാ ഉണ്ടോ എന്നാണ്, അല്ലെങ്കിൽ പ്രഭാത ഭക്ഷണം ഉണ്ടോ എന്നാണ്. അറബിയിൽ ഉച്ചക്ക് മുമ്പ് കഴിക്കുന്ന ഭക്ഷണത്തിനാണ് ഗദാ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു, ഉച്ച സമയം വരെയാണ് സുന്നത്ത് നോമ്പുകളുടെ നിയ്യത്തിൻ്റെ സമയം എന്ന്. നാഫിആയ ഇൽമ് ധാരാളം പഠിക്കുവാനും കേൾക്കുവാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.